നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 4ാം ക്ലാസ്സിൻ്റെ അറബിക്കിൻ്റെ ഫസ്റ്റ് ടെർമിനൽ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആദ്യത്തെ 15 മിനിറ്റ് കൂട്ടുകാർക്ക് ചോദ്യങ്ങൾ നന്നായി വായിച്ചു മനസ്സിലാക്കാനുള്ള സമയമാണ്. ഒന്നാമത്തെ ചോദ്യത്തിന് നിർബന്ധമായിട്ടും ഉത്തരം എഴുതിയിരിക്കണം. 2 മുതൽ 6 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് മാത്രം ഉത്തരം എഴുതിയാൽ മതി. ആക്ടിവിറ്റി 1 നഖറുൽ ഹിക്കായ വനുജീബു. താഴെ നൽകിയിരിക്കുന്ന പാരഗ്രാഫ് വായിച്ചിട്ട് അതിന് താഴെ നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. ഇസ്തേഖല ദാനിഷ് മിനൻ നൗമി മുബക്കിറൻ. ദാനിഷ് ഉറക്കത്തിൽ നിന്ന് നേരത്തെ എഴുന്നേറ്റു. തദക്കറ അഹമ്മിയത്ത് ഹാദൽ യൗം. ഈ ദിവസത്തിന്റെ പ്രാധാന്യം അവൻ ഓർത്തു. ഖറജ ഇലൽ മദ്രസത്തി മഅൽ അസ്തിഖാ. അവൻ അവന്റെ കൂട്ടുകാരോടൊപ്പം സ്കൂളിലേക്ക് പുറപ്പെട്ടു. ദുഖൽ ജറസു വജ്തമഅ തുല്ലാബു ഫീ സാഹത്തിൽ മദ്രസത്തി ലിത്വാബൂരി സ്വബാഹി. ബെല്ലടിച്ചപ്പോൾ കുട്ടികൾ എല്ലാവരും സ്കൂൾ മുറ്റത്ത് അസംബ്ലിയിൽ ഒത്തുകൂടി. ഖതബ നാളിറുൽ മദ്രസത്തി അൻ താരീഖി ഇസ്തിഖ്ലാലിൽ ഹിന്ദ്. ഹെഡ് മാസ്റ്റർ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനത്തെക്കുറിച്ച് സംസാരിച്ചു. അറഫത്തുൽ മുദർരിസത്തു ജാൻസി അൻ സുഅമാഇൽ ഹിന്ദി മിസ്ല മഹാത്മാ ഗാന്ധി വ ജവഹർലാൽ നെഹ്റു വ അബുൽ കലാം ആസാദ് വഗൈരിഹിം. അബുൽ കലാം ആസാദ്, ജവഹർലാൽ നെഹ്റു, മഹാത്മാ ഗാന്ധി തുടങ്ങിയ ഇന്ത്യയുടെ നേതാക്കളെ ജാൻസി ടീച്ചർ പരിചയപ്പെടുത്തി. നുജീബു. ഉത്തരമെഴുതാം. ഫസ്റ്റ് 1 ഐന ഇജ്തമഅ തുല്ലാബു. കുട്ടികൾ എല്ലാവരും എവിടെയാണ് ഒരുമിച്ച് കൂടിയത്? എവിടെയായിരുന്നു? സ്കൂൾ മുറ്റത്തെ അസംബ്ലിയിലായിരുന്നു അല്ലേ? ഫീ സാഹത്തിൽ മദ്രസത്തി ലിത്വാബൂരി സ്വബാഹി. സെക്കൻഡ് 1 മൻ ഖതബ ഫീ ത്വാബൂരി സ്വബാഹി. അസംബ്ലിയിൽ ആരാണ് പ്രഭാഷണം നടത്തിയത്? ആരായിരുന്നു? ഹെഡ് മാസ്റ്റർ ആയിരുന്നു അല്ലേ? നാളിറുൽ മദ്രസ. തേർഡ് 1 മതാ ജറത് ത്വാബൂരു. എപ്പോഴാണ് അസംബ്ലി നടന്നത്? സ്വാതന്ത്ര്യ ദിനത്തിലായിരുന്നു അല്ലേ? ഫീ യൗമിൽ ഇസ്തിഖ്ലാൽ. നഖ്താറു. തിരഞ്ഞെടുക്കാം. ഫോർത്ത് ക്വസ്റ്റ്യൻ അറഫത്തിൽ മുദർരിസത്തു ജാൻസി ആൻഡ് ഡാഷ്. ജാൻസി ടീച്ചർ ഡാഷിനെ കുറിച്ച് പരിചയപ്പെടുത്തി. എന്തെല്ലാമാണ് ഓപ്ഷൻസ് നൽകിയിരിക്കുന്നത്? കുത്താബിൽ ഹിന്ദി, അദ്ബാഇൽ ഹിന്ദി, സുഅമാഇൽ ഹിന്ദി. ഏതായിരുന്നു ആൻസർ? സുഅമാഇൽ ഹിന്ദ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ഇസ്തേഖല ദാനിഷ് മിനൻ നൗമി ഡാഷ്. ദാനിഷ് ഉറക്കത്തിൽ നിന്നും ഡാഷ് എഴുന്നേറ്റു. എന്തെല്ലാമാണ് ഓപ്ഷൻസ് നൽകിയിരിക്കുന്നത്? മുതഅഖിറൻ നേരം വൈകി, മുബക്കിറൻ നേരത്തെ. എങ്ങനെയായിരുന്നു? മുബക്കിറൻ അല്ലേ? വഫിൽ യൗമി താലി ജറത് ഫിൽ മദ്രസത്തി മുസാബഖത്തു തൽവീൻ. അങ്ങനെ അടുത്ത ദിവസം സ്കൂളിൽ കളറിംഗ് മത്സരം നടന്നു. ബഅദൽ മുസാബഖത്തി ജറൽ ഹിവാറു ബൈന ദാനിഷ് വ സദീഖിഹി ഷാജി. മത്സരത്തിനു ശേഷം ദാനിഷും അവന്റെ കൂട്ടുകാരൻ ഷാജിയുമായി ഒരു സംഭാഷണം നടന്നു. ആക്ടിവിറ്റി 2 നുകമ്മിലുൽ ഹിവാർ. സംഭാഷണം പൂർത്തിയാക്കാം. കൂട്ടുകാർക്ക് സംഭാഷണം പൂർത്തിയാക്കാനായി ഇവിടെ കുറച്ച് സൂചനകൾ നൽകിയിട്ടുണ്ട്. എന്തെല്ലാമാണവ? അൽബത്തു ബോക്സ്, അമീൻ വിശ്വസ്തൻ, ലാ ഇല്ല, വാഹിദൻ 1. ഇനി നമ്മൾക്ക് സംഭാഷണം പൂർത്തിയാക്കി നോക്കാം. ദാനിഷ് അസ്സലാമു അലൈക്കും. ഷാജി അപ്പോൾ എന്തായിരിക്കും മറുപടി പറയുക? വഅലൈക്കും അസ്സലാം. ദാനിഷ് ഷാജി ഹൽ തുഅതീനി ഉൽബത്തുൽ അൽവാൻ. കളർ ബോക്സ് എനിക്ക് തരാമോ ഷാജി? അപ്പോൾ ഷാജി എന്താണ് പറയുന്നത്? ഡാഷ് യാ ദാനിഷ്. എന്താണ് നമ്മൾ അവിടെ പൂരിപ്പിക്കേണ്ടത്? ലാ യാ ദാനിഷ്. ഇല്ല ദാനിഷ്. അപ്പോൾ ദാനിഷ് എന്താണ് ചോദിക്കുന്നത്? ലിമ. അതെന്താ? ഷാജി ലസ്തു ബി സ്വാഹിബിഹ. ഞാൻ അതിന്റെ അവകാശിയല്ല. അപ്പോൾ ദാനിഷ് എന്താണ് ചോദിക്കുന്നത്? ലിമൻ ഹാദിഹി. ഇത് പിന്നെ ആരുടേതാണ്? അപ്പോൾ ഷാജി എന്താണ് പറയുന്നത്? ഹാദിഹി ഡാഷ് അഹി. ഇത് എന്റെ സഹോദരന്റെ ഡാഷ് ആണ്. ഇത് എന്റെ സഹോദരന്റെ ബോക്സ് ആണ് എന്നാണ് നമ്മൾ പറയേണ്ടത്. എന്താണ് നമ്മൾ അവിടെ പൂരിപ്പിക്കേണ്ടത്? ഹാദിഹി ഉൽബത്തു അഹി. ഇതിന്റെ സഹോദരന്റെ ബോക്സ് ആണ്. അപ്പോൾ ദാനിഷ് എന്താണ് പറയുന്നത്? ഹാത്തി ഡാഷ് മിൻഹ. അതിൽ നിന്നും ഡാഷ് തരൂ എന്നാണ്. അതിൽ നിന്നും 1 തരൂ എന്നായിരിക്കും ദാനിഷ് പറഞ്ഞിട്ടുണ്ടാവുക അല്ലേ? എന്താണ് നമ്മൾ അവിടെ പൂരിപ്പിക്കേണ്ടത്? ഹാത്തി വാഹിദൻ മിൻഹ. അപ്പോൾ ഷാജി എന്താണ് പറയുന്നത്? ലാ യാ സ്വദീഖി. ഇല്ല കൂട്ടുകാരാ. അപ്പോൾ ദാനിഷ് എന്താണ് പറയുന്നത്? അൻത ഡാഷ്.
നീ ഡാഷ് എന്തായിരിക്കും പറയുന്നുണ്ടാവുക? നീ നല്ല വിശ്വസ്തൻ തന്നെ എന്നായിരിക്കും അല്ലേ? അൻത അമീൻ. അപ്പോൾ ഷാജി എന്താണ് പറയുന്നത്? ശുക്രൻ, നന്ദി. മസാഅൻ ദഹബ ദാനിഷ് മഅൽ അസ്ദിഖാഇ ഇലൽ ഹഖലി. വൈകുന്നേരം ദാനിഷ് കൂട്ടുകാരോടൊപ്പം വയലിലേക്ക് പോയി. റഅ ഹുനാക മനാലിറ കസീറ. അവിടെ അവൻ ധാരാളം കാഴ്ചകൾ കണ്ടു. ആക്ടിവിറ്റി 3 നുകമ്മിലുൽ മൻദൂമ വനുൻഷിദു. കവിത പൂരിപ്പിക്കാം, പാടാം. കൂട്ടുകാർക്ക് കവിത പൂരിപ്പിക്കാനായി ഇവിടെ കുറച്ച് സൂചനകൾ നൽകിയിട്ടുണ്ട്. എന്തെല്ലാമാണവ? തഅകുലു കഴിക്കുന്നു, സഹറുൻ പൂവ്, ഫർഹുൻ കിളിക്കുഞ്ഞ്, ഷജറുൻ മരം, ബുൽബുൽ. ഇനി നമ്മൾക്ക് കവിത പൂരിപ്പിച്ചു നോക്കാം. ഹഖലുൻ അജ്മൽ, ഉഷ്ബുൻ അഖ്ളർ ഭംഗിയുള്ള വയൽ, പച്ച പുല്ലുകൾ, ഡാഷ് അത്തുവൽ, സമറുൻ അസ്ഫർ. നീളമുള്ള എന്തോ ഒന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായിരിക്കും? നീളമുള്ള മരങ്ങളായിരിക്കും അല്ലേ? ഷജറുൻ അത്തുവൽ, സമറുൻ അസ്ഫർ. മഞ്ഞ നിറത്തിലുള്ള പഴങ്ങൾ, ഗർസുൻ അസ്ഗർ, ഡാഷ് അഹ്മർ. ചെറിയ ചെടികളും ചുവന്ന ഡാഷും. എന്തായിരിക്കും ചുവപ്പ് നിറത്തിൽ കാണുന്നത്? പൂക്കളായിരിക്കും അല്ലേ? സഹറുൻ അഹ്മർ. യുതഇമു ത്വയ്റുൻ യഫ്റഹു ഡാഷ്. പക്ഷി ഭക്ഷണം നൽകുന്നു, ഡാഷ് സന്തോഷിക്കുന്നു. പക്ഷി ഭക്ഷണം നൽകുമ്പോൾ ആരായിരിക്കും സന്തോഷിക്കുന്നത്? കിളിക്കുഞ്ഞ് സന്തോഷിക്കുന്നു എന്നാണ് നമ്മൾ അവിടെ പൂരിപ്പിക്കേണ്ടത്. യഫ്റഹു ഫർഹുൻ. യഷ്ദു ഡാഷ്. ആരാണ് പാട്ട് പാടുന്നത്? അതെ, ബുൽബുലാണ് അല്ലേ? യഷ്ദു ബുൽബുൽ യൻബഹു കൽബുൻ. നായ കുരയ്ക്കുന്നു, ഡാഷ് ബഖറത്തുൻ തർഖുസു ബത്വത്തുൻ. പശു എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക? പുല്ല് തിന്നുന്നുണ്ടാവും അല്ലേ? തഅകുലു ബഖറത്തുൻ തർഖുസു ബത്വത്തുൻ. താറാവ് നൃത്തം ചെയ്യുന്നു. മാ അജ്മലഹ മാ അഹ്ലാഹ. എന്തൊരു ഭംഗി, എന്തു സുന്ദരം. ലൈലൻ അഖദ ദാനിഷ് അദ്ദഫ്തറ സുവരിയു അൽസഖ ഫീഹി സുവറൻ മുഖ്തലിഫ. രാത്രിയായപ്പോൾ ദാനിഷ് വ്യത്യസ്ത തരത്തിലുള്ള ചിത്രങ്ങൾ ഒട്ടിക്കാൻ വേണ്ടി തന്റെ സചിത്ര നോട്ട് പുസ്തകം എടുത്തു. ഹയ്യാ നുസാഇദുഹു. നമ്മൾക്ക് അവനെ സഹായിച്ചാലോ? ആക്ടിവിറ്റി 4 നക്തുബുൽ ബയാൻ. പ്രസ്താവന എഴുതാം. താഴെ നോക്കൂ, കുറച്ച് പ്രസ്താവനകളാണ് കൂട്ടുകാർക്ക് നൽകിയിരിക്കുന്നത്. അതിന് താഴെ നൽകിയിരിക്കുന്ന ചിത്രങ്ങൾക്ക് അനുയോജ്യമായ പ്രസ്താവനകൾ തന്നിരിക്കുന്ന ബോക്സിൽ നിന്നും കണ്ടെത്തി എഴുതാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. തന്നിരിക്കുന്ന പ്രസ്താവനകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഒന്നാമത്തേത് തത്വീറുൽ ഫറാഷാത്തു ഫിൽ ഹദീഖ. പൂന്തോട്ടത്തിൽ പൂമ്പാറ്റകൾ പാറുന്നു. അതിന് അനുയോജ്യമായ ചിത്രം എത്രാമത്തേതാണ്? 4ാമത്തെ ചിത്രമാണ് അല്ലേ? അതിന് താഴെയാണ് നമ്മൾ ഈ പ്രസ്താവന എഴുതേണ്ടത്. ഇനി അടുത്ത പ്രസ്താവന എന്താണ്? തഖൂമുദ്ദജാജത്തു അലൽ ഖുമ്മി. കോഴിക്കൂടിന്റെ മുകളിൽ കോഴി നിൽക്കുന്നു. അത് എത്രാമത്തെ ചിത്രമാണ്? 1ാമത്തെ ചിത്രത്തിന് താഴെയാണ് നമ്മൾ ആ പ്രസ്താവന എഴുതേണ്ടത്. ഇനി അടുത്ത പ്രസ്താവന നോക്കൂ. യഖൂമു റാഇ അമാമൽ മർബലി. ആടിൻകൂടിനു മുൻപിൽ ഇടയൻ നിൽക്കുന്നു. എത്രാമത്തെ ചിത്രമാണത്? 3ാമത്തെ ചിത്രത്തിന് താഴെയാണ് നമ്മൾ ആ പ്രസ്താവന എഴുതേണ്ടത്. ഇനി അടുത്തതായി നൽകിയിരിക്കുന്ന പ്രസ്താവന എന്താണ്? യഹ്റുജുൽ അസദു മിനൽ ഹരീൻ. സിംഹം ഗുഹയിൽ നിന്നും പുറപ്പെടുന്നു. എത്രാമത്തെ ചിത്രമാണത്? 5ാമത്തെ ചിത്രത്തിന് താഴെയാണ് നമ്മൾ ആ പ്രസ്താവന എഴുതേണ്ടത്. ഇനി അടുത്തതായി നൽകിയിരിക്കുന്ന പ്രസ്താവന എന്താണ്? യസീറുൽ ഖിത്വാറു അലാ സിക്കത്തിൽ ഹദീദ്. തീവണ്ടി റെയിൽവേയിലൂടെ ഓടുന്നു. എത്രാമത്തെ ചിത്രമാണത്? 2ാമത്തെ ചിത്രത്തിന് താഴെയാണ് നമ്മൾ ആ പ്രസ്താവന എഴുതി ചേർക്കേണ്ടത്. അസമ വാലിദു ദാനിഷ് അലാ റിഹ്ലത്തിൻ ഇലാ തിർഫാൻദ്രം മഅൽ ഉസ്റത്തി. ദാനിഷിന്റെ ഉപ്പ കുടുംബത്തോടൊപ്പം തിരുവനന്തപുരത്തേക്ക് ഒരു യാത്ര തീരുമാനിച്ചു. വസലു മഹത്വത്തിൽ ഖിത്വാരി. അങ്ങനെ അവർ റെയിൽവേ സ്റ്റേഷനിലെത്തി. ആക്ടിവിറ്റി 5 നുകമ്മിലുൽ ഹിവാർ. സംഭാഷണം പൂർത്തിയാക്കാം. ഡാനിഷ് എന്താണ് ചോദിക്കുന്നത്? ബാബ മതാ യജീഉൽ ഖിത്വാറു. ഉപ്പ എപ്പോഴാണ് ട്രെയിൻ വരിക? വാലിദ് അപ്പോൾ ഉപ്പ എന്തായിരിക്കും പറയുന്നുണ്ടാവുക? ബഅദ ഡാഷ്. ഡാഷ് ശേഷം. എന്തായിരിക്കും ഉപ്പ പറഞ്ഞിട്ടുണ്ടാവുക? കുറച്ച് സമയത്തിന് ശേഷം ട്രെയിൻ വരും എന്നായിരിക്കും അല്ലേ? എന്താണ് നമ്മൾ അവിടെ പൂരിപ്പിക്കുക? ബഅദ സഅത്തിൻ. 1 മണിക്കൂറിന് ശേഷം. അപ്പോൾ ദാനിഷ് എന്താണ് ചോദിക്കുന്നത്? ഐന തജ്ലിസു. നമ്മൾ എവിടെയാണ് ഇരിക്കുക? വാലിദ് അപ്പോൾ ഉപ്പ എന്തായിരിക്കും പറയുന്നുണ്ടാവുക?
ഫി ഡാഷ്. അതറിയണമെങ്കിൽ ദാനിഷ് എന്താണ് മറുപടി പറയുന്നത് എന്ന് നോക്കിയാൽ മതി. എന്താണ് ദാനിഷ് പറയുന്നത്? ഗുർഫത്തുൽ ഇന്തിലാർ, വെയിറ്റിംഗ് റൂം. അങ്ങനെയാണെങ്കിൽ ഉപ്പ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? നമ്മൾ വെയിറ്റിംഗ് റൂമിൽ ഇരിക്കാം എന്നായിരിക്കും അല്ലേ? ഫി ഗുർഫത്തുൽ ഇന്തിലാർ. അപ്പോൾ ദാനിഷ് എന്താണ് ചോദിക്കുന്നത്? ഗുർഫത്തുൽ ഇന്തിലാർ, വെയിറ്റിംഗ് റൂം. ഐന, എവിടെയാണത്? വാലിദ്. അപ്പോൾ ഉപ്പ എന്താണ് പറയുന്നത്? തആൽ മഈ, എന്റെ കൂടെ വരൂ. അപ്പോൾ ജൂണ എന്താണ് ചോദിക്കുന്നത്? മിൻ ഐന നർക്കബു ഡാഷ് യാ ബാബ. ഉപ്പ, നമ്മൾ എവിടെ നിന്നാണ് ഡാഷ് കയറുന്നത്? എങ്ങോട്ട് കയറുന്ന കാര്യമായിരിക്കും പറയുന്നുണ്ടാവുക? തീവണ്ടിയിലേക്ക് കയറുന്ന കാര്യമായിരിക്കും അല്ലേ? മിൻ ഐന നർക്കബുൽ ഖിതാർ യാ ബാബ. അപ്പോൾ വാലിദ് എന്താണ് പറയുന്നത്? മിനർ റസീഫി താനി, നമ്മൾ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് കയറുന്നത്. ദാനിഷ്, മതാ നസ്വിലു ഇലാ ഡാഷ്. നമ്മൾ എപ്പോഴാണ് ഡാഷ് എത്തുന്നത്? ദാനിഷും കുടുംബവും എങ്ങോട്ടായിരുന്നു പോയിരുന്നത്? തിരുവനന്തപുരത്തേക്കായിരുന്നു അല്ലേ? നമ്മൾ എങ്ങനെയാണ് അവിടെ പൂരിപ്പിക്കേണ്ടത്? മതാ നസ്വിലു ഇലാ തിരുവനന്തപുരം. അപ്പോൾ വാലിദ് എന്താണ് പറയുന്നത്? ബുക്ര ഇൻഷാ അല്ലാ, എത്രയും പെട്ടെന്ന് എത്തും ഇൻഷാ അല്ലാ. ഫി അഹദി അയ്യാമി ഉത്ലത്തി ഓണം അഖദ ദാനിഷ് വറഖത്തുൽ അമൽ. ഓണം വെക്കേഷന്റെ ആദ്യ ദിനം തന്നെ ദാനിഷ് വർക്ക്ഷീറ്റ് എടുത്തു. ബദഅ യസ്വിലു ബൈനൽ കലിമാത്ത്. എന്നിട്ട് വാക്കുകൾ തമ്മിൽ കൂട്ടിച്ചേർക്കാൻ തുടങ്ങി. ആക്ടിവിറ്റി 6 നസ്വലുൽ കലിമാത്തി ബിജുമുഇഹ. താഴെ നൽകിയിരിക്കുന്ന വാക്കുകൾ അവയുടെ ജമ്മുമായി യോജിപ്പിക്കാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. ഒരു ഉദാഹരണം കൂട്ടുകാർക്ക് അവിടെ നൽകിയിട്ടുണ്ട്. ഏതാണത്? അന്നഹർ, ജംഅ അൽ അൻഹാർ. ഇനി ബാക്കിയുള്ളതും കൂടി നമ്മൾക്ക് യോജിപ്പിക്കാമല്ലോ. അസ്സഹർ, ജംഅ അൽ അസ്ഹാർ. അൽ ഫറാശത്തുൻ, ജംഅ അൽ ഫറാശാത്ത്. അൽ മാഷിയ, ജംഅ അൽ മവാഷി. അൽ ഹഖലുൻ, ജംഅ അൽ ഹഖൂൽ. അൽ യഅസൂബുൻ, ജംഅ al ya'asib. All the best for your exam. Thanks for watching. If you like this video, please do subscribe and share.